തീരത്തിൻ്റെ സ്വന്തം ഞണ്ടുകറി. തീരദേശത്തുള്ളവരുടെ കരുത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഞണ്ട്. കേരളത്തിൻ്റെ തീരക്കടലിലും തീരത്തോട് ചേർന്നും ഞണ്ടുകൾ സമൃദ്ധമായി വളരാനും പുലരാനുമുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. കടൽ നീരുപിരിക്കുന്ന മൺസൂൺ കാലത്തെ കറവെള്ളത്തിലാണ് ഞണ്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. കേരളത്തിൻ്റെ ആഴക്കടലിലും തീരക്കടലിലും തീരത്തുമായി വിവിധ ഇനം ഞണ്ടുകൾ അധിവസിക്കുന്നു. മുക്കണ്ണൻ, കോറഞ്ഞണ്ട്, ഞെടുങ്ങാഞ്ഞണ്ട്, കുരിശുഞണ്ട് എന്നിങ്ങനെ പോകുന്നു ഞണ്ടുകൾ. കേരളത്തിലെ കായലുകളിലും ശുദ്ധജല തടാക തീരങ്ങളിലും ഞണ്ടുകൾ സമൃദ്ധമായി ഉണ്ട്. വിദേശങ്ങളിൽ വലിയ വിപണി മൂല്യമുള്ളതുകൊണ്ട് ഞണ്ടുകൾ കയറ്റുമതിക്കാർക്കും പ്രിയങ്കരമാണ്. തീരത്ത് ഞണ്ടുകളുടെ പാചകം വലിയ ചേരുവകളൊന്നുമില്ലാതെ നേരിട്ട് ആവിയിൽ പുഴുങ്ങിയുള്ളതാണ്. എന്നാൽ തീരത്തെ പൈതൃകമായ ഞണ്ടുകറി അതീവ രുചികരമാണ്. അതുകൊണ്ട് തന്നെയാണ് തീരത്തെ രുചിക്കൂട്ടുകളിൽ തേങ്ങയും മാങ്ങയും പച്ചമുളകും ജീരകവും കുരുമുളകും മഞ്ഞളുമെല്ലാം ചേരുന്ന തീരത്തിൻ്റെ ഞണ്ടുകറി പാചകം ചെയ്യുവാൻ തയ്യാറായത്. പുള്ളിയുള്ളതാണ്. ഞണ്ട് നല്ല കല്ലുള്ള ഇനമായത് പെഞ്ഞണ്ട്. കുട്ടിവലയിൽ നൈറ്റിനകത്ത് കിട്ടുന്ന നൈറ്റ് കെട്ടുന്ന തക്കത്തിലാണ് കല്ലുള്ള ഞണ്ട് കൊണ്ടുവരുന്നത്. രാവിലെയും കൊണ്ടുവരും. അപ്പോൾ രാവിലെ കൊണ്ടുവരുന്ന ഞണ്ടും എടുത്ത് കറി വെക്കാനൊക്കെ എടുക്കും. പിന്നെ രാത്രി കൊണ്ടുവരുന്നതിന് പുഴുങ്ങി എല്ലാവരും കൂടെ ഇരുന്ന് ഇളക്കിയൊക്കെ തിന്നും. കൊഞ്ചിൻ്റെ കൂടെ വെച്ചാൽ പുഴുങ്ങുന്ന കൊഞ്ചിൻ്റെ കൂടെ പുഴുങ്ങുന്ന വലിയ ചരുവത്തിനകത്താണല്ലോ കൊഞ്ച് പുഴുങ്ങുന്നത്. കൊഞ്ച് പുഴുങ്ങുന്നതിനകത്ത് വയ്ക്കും. വെച്ചിട്ട് എടുത്ത് എല്ലാവരും ഇളക്കി കല്ലെല്ലാം ഇളക്കി തിന്നുകൊണ്ട് രസമെല്ലാം ഇളക്കി തിന്നും. ഇതുപോലുള്ള ഞണ്ടല്ല, അത് വലിയ പെട്ടയുണ്ട്, നല്ല പെട്ടയുണ്ട്. അതിൽ പ്രത്യേകതയുണ്ട്. അതിന് കല്ലുണ്ട്. ഇതിലും കല്ല ഉണ്ട്, തീറ്റിയുണ്ട്. അത് വേറൊരു രീതി. ആ കല്ല എടുത്താൽ എല്ലാവരും ഇഷ്ടം പോലെ തിന്നും, ചിലുക്കും തിന്നും. അതിൻ്റെ കൊഞ്ചിൻ്റെ കൂടെ വെച്ച് പൊടിയൊന്നും ഇടത്തില്ല, ഒരു പൊടിയും ചേർക്കത്തില്ല. അപ്പം ചുട്ട് ഇതുമായിട്ട് കഴിക്കും. മാംസം ഇരിക്കുന്നത് ഇവിടെ 2 സ്ഥലത്തുമാണ്. അത് പിന്നെ ഞാൻ 2 സ്ഥലത്തു നിന്നും കാല് കാണില്ലേ, കാലിൻ്റെ ഇത് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഞണ്ട് കറി വെക്കാൻ പോവുക. അപ്പോൾ അതിനുള്ള അരപ്പെടുത്ത് കൊടുക്കുക. ആദ്യമേ ആവശ്യമുള്ള സാധനങ്ങൾ: ജീരകം ഇടുക, രണ്ടാമത്തെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മുളക് പൊടി, ചുമന്ന മുളക് പൊടി, അടുത്ത തേങ്ങ, ഉള്ളിയാ ചുവന്നുള്ളി, ഇത്ര അരച്ചുണ്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇട്ടു കേട്ടോ. ഇനി ചുവന്നുള്ളി ആയിരുന്നു. പച്ചമുളകും മാങ്ങായും ഇടും.
ഞണ്ട് തട്ടി ഇടാൻ പോവുക. വെള്ളം ഒഴിക്കുക. ഒന്നര സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അരപ്പൊഴിക്കാൻ പോവാണ്. ഇച്ചിരി വെള്ളം ഒഴിക്കണം. കറിവേപ്പില, അടച്ചുകൂടി ഇത് തീയരിച്ച് വേവിച്ചായിട്ട് വെള്ളം പറ്റാൻ വേണ്ടി കുറച്ച് സമയം അടച്ചു ഇട്ടേക്കണം. അപ്പോൾ ഇട്ടിരുന്ന് അത് വെള്ളം പറ്റി അരപ്പെല്ലാം വെന്ത് തെളിഞ്ഞ് എണ്ണ മേളിൽ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ കറി ഇറക്കണം. ഞണ്ട് കറി വെന്ത് മണം വന്ന് ഈ വിളമ്പി കറിക്ക് കൊടുക്കുക, അവർക്ക് ആഹാരം കഴിക്കാം. ഞണ്ട് കറി അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം.